ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മളൊരു വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 ഫേസ് ഡി ബി ആണ് വയ്ക്കുന്നതെങ്കിൽ 3 ഫേസ് ഡി ബിയിൽ നമുക്ക് എങ്ങനെയുള്ള സർക്യൂട്ടുകൾ, അതായത് എവിടേക്കെല്ലാം സർക്യൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകണം, ഏതൊക്കെ സർക്യൂട്ടുകളാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാൻ ശ്രമിക്കുന്നതാണ്. ആദ്യമേ തന്നെ നോക്കുക, ഇത് 3 ഫേസിൻ്റെ ഡി ബി നമ്മൾ കൊടുത്തിരിക്കുന്നത് 8 വേ ഡി ബി അല്ലെങ്കിൽ 6 വേ ഡി ബി ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. 8 വേ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 3 ഫേസിൽ 8 വേ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസിൽ നമുക്ക് 8 MCB വരെ കൊടുക്കാം. അതായത് RYB എന്ന് പറയുന്നത് 3 ഫേസാണ് വരുന്നത്, RYB എന്ന് പറയുന്നത് 3 ഫേസിൽ. അപ്പോൾ 3 സെക്ഷനായിട്ടാണ് വരുന്നത്. ഈ കാണുന്ന പോലെ തന്നെ 3 സെക്ഷനായിട്ട് വരുന്നത്. ഈ 3 സെക്ഷനിലേക്കും RYB എന്ന് പറയുന്ന സെക്ഷനിൽ R എന്ന് പറയുന്ന ഫേസ്, Y എന്ന് പറയുന്ന ഫേസ്, B എന്ന് പറയുന്ന ഫേസ്, ഇങ്ങനെ 3 ഫേസിലേക്കുമായിട്ടാണ് നമുക്ക് MCBയിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ R എന്ന് പറയുന്ന ഫേസിലേക്ക് നമുക്ക് 8 വേ ഡി ബി ആണെങ്കിൽ 8 MCB കൊടുക്കാം. 6 വേ ഡി ബി ആണെങ്കിൽ, അതായത് 3 ഫേസിൽ 6 വേ ഡി ബി ആണെങ്കിൽ 6 MCB കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് ഒരു 8 വേ ഡി ബി ആണെങ്കിൽ 8 × 3, അതായത് 3 ഫേസിൽ നമ്മൾ MCBകൾ കൊടുക്കുന്നുണ്ട്. 3 24 MCB വരെ നമുക്ക് 8 വേ ഡി ബിയിൽ കൊടുക്കാം. അതുപോലെ തന്നെ 6 വേ ഡി ബി ആകുമ്പോൾ 6 × 3 ഫേസ് വരുന്നത്. അപ്പോൾ 6 × 18 MCB വരെ നമുക്ക് കൊടുക്കാം. അങ്ങനെയാണ് നോർമൽ വരുന്നത്. MCBയുടെ ഇത് രീതി അനുസരിച്ചിട്ടാണ് 8 വേ ഡി ബി 6 വേ ഡി ബി വരുന്നത്. പിന്നെ TPN ഡി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TPN ഡി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് TPN ഡി ബി ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ അകത്ത് സെലക്ടർ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. 3 ഫേസിന് വേണ്ടിയിട്ട് തന്നെ സെലക്ടർ കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഡി ബി എന്ന് പറഞ്ഞാൽ സെലക്ടറുള്ള ടൈപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ഏതെങ്കിലും ഒരു ഫേസ് നമുക്ക് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഉണ്ടാവില്ല. ആ സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന, അതായത് ആ ഫേസിൽ കൊടുത്തിരിക്കുന്ന സെക്ഷനുകളിൽ ഒന്നും തന്നെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടറിലാണ് ആ ഫേസ് ചാർജ് ചെയ്തിരിക്കും, ഇൻവെർട്ടറിൻ്റെ ഫുൾ ബാക്കപ്പ് ഇറങ്ങിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെലക്ടറുള്ള ഡി ബി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സെക്ഷനിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം ആ സെക്ഷനിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കാം ആ സെക്ഷനിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ബാക്കി 2 ഫേസ് ഉണ്ടെങ്കിൽ ആ ഫേസിലേക്ക് നമുക്ക് റോട്ടറി സ്വിച്ച് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫേസിൽ ഓൾറെഡി കറണ്ട് കിട്ടും. അങ്ങനെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് TPN ഡി ബി ഉപയോഗിക്കാതെ സെലക്ടറുള്ള ടൈപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ ഡി ബി എന്ന് പറയുന്നത് നമ്മുടെ TPN സാധാ സെലക്ടറുള്ള ഡി ബി എന്ന് പറയുന്നത് ഏകദേശം 8500 തൊട്ട് മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് V-ഗാർഡിൻ്റെ ഡി ബി ആണ്. V-ഗാർഡിൻ്റെ ഡി ബിയിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്, V-ഗാർഡിൻ്റെ ഡി ബിയിൽ സെലക്ടർ വരുന്നത് L&Tയുടെ സെലക്ടറാണ് വരുന്നത്. L&T എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പനീനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. ഹൈ ക്വാളിറ്റിയുള്ള L&T എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനിയുടെ സെലക്ടറുകളാണ് 3 സെലക്ടറും വരുന്നത്. L&Tയുടെ സെലക്ടറാണ് V-ഗാർഡിൻ്റെ ഡി ബിയിൽ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, V-ഗാർഡിൻ്റെ ഡി ബിയിലാണെങ്കിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളുള്ളത് കൊണ്ട് ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ഉണ്ടാകാനുള്ള ചാൻസസും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡി ബിനെ കുറിച്ചിട്ട്, 3 ഫേസ് ഡി ബിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെക്ഷനിലേക്കും ഏതൊക്കെ വയറുകളാണ്, എത്ര സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ചാൽ ഏതൊക്കെ വയറുകളാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സർക്യൂട്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പവർ സർക്യൂട്ട് അല്ലാത്തൊരു സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് 6, അതായത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, അതുപോലെ തന്നെ ഇൻവെർട്ടർ, മാസ്റ്റർ. ഇതാണ് മെയിനായിട്ട് ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. 5 വയറുകളാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതായത് ഫേസായിട്ട് ഉപയോഗിക്കുന്നത് റെഡ് ഉപയോഗിക്കുന്നുണ്ട്, ന്യൂട്രലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഗ്രീൻ എന്ന് പറയുന്നത് എർത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മാസ്റ്റർ എന്ന് പറയുന്ന വയർ മാസ്റ്റർ ഫേസായിട്ട് ഉപയോഗിക്കുന്നത് നീല വയറാണ് ഉപയോഗിക്കുന്നത്, ഇൻവെർട്ടർ ഫേസ് എന്ന് പറയുന്നത് മഞ്ഞ വയറാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഒരു സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5 വയർ എന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് 5 വയറായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് പിന്നെ വരുന്ന സെക്ഷനാണ് AC-യുടെ സർക്യൂട്ട്. അതൊരു പവർ സർക്യൂട്ടായിട്ട് തന്നെ കൂട്ടാം. AC-യുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഫേസും ന്യൂട്രലും വരുന്നുണ്ട്. അതുപോലെ പിന്നെ വരുന്നതാണ് മോട്ടറിൻ്റെ സർക്യൂട്ട്. കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ മോട്ടറിൻ്റെ സർക്യൂട്ട് വരുന്നുണ്ട്. മോട്ടറിന് വരുന്നത് ഫേസും ന്യൂട്രലുമാണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്ന സെക്ഷനാണ് നമ്മുടെ പവർ സർക്യൂട്ടുകൾ, ഫേസ്, ന്യൂട്രൽ, എർത്ത് വരുന്നത്. ഈ ഫേസ്, ന്യൂട്രൽ, എർത്ത് വരുന്ന കോമൺ വരുന്ന പവർ സർക്യൂട്ടുകൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് ചെക്ക് ചെയ്യാം എവിടേക്കൊക്കെ, അതായത് നമ്മുടെ വീട്ടിൽ ഒരു 4 ബെഡ്റൂം ഉണ്ടെന്ന് വിചാരിക്കാം. 4 ബെഡ്റൂമിലേക്കും നമ്മൾ 4 AC വെക്കുന്നുണ്ട്. അപ്പോൾ AC-ക്ക് വേണ്ടി സെപ്പറേറ്റ് സർക്യൂട്ട് ഫേസ്, ന്യൂട്രലും ആയി കഴിഞ്ഞു. അത് നമ്മളൊരു 2.5 വയർ കാര്യങ്ങൾ സെലക്ട് ചെയ്താൽ ഒരു സർക്യൂട്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് 4 ബെഡ്റൂമിലേക്കും 4 സർക്യൂട്ടാണ് പോകേണ്ടത്. 4 സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ചാൽ ആ റൂം സർക്യൂട്ട് വേണ്ടി പോകുന്നത്. അപ്പോൾ 4 ബെഡ്റൂമിലേക്കും ഫേസ്, ന്യൂട്രൽ, നമ്മൾ AC-യുടെ സർക്യൂട്ട് കൂട്ടാതെ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഇത്രയാണ് ഒരു റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ ഓരോ റൂമിലേക്കും 4 സർക്യൂട്ട് വെച്ച് ഡി ബിയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് പോകുന്നു.
പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ വയറുകളുടെ അതായത് ഏതൊക്കെ സ്ക്വയർ 1 സ്ക്വയറുകളാണോ 2 സ്ക്വയറുകൾ 2.5 ആണോ 1 സ്ക്വയർ ആണോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാൽ ഈ ലെങ്തി വീഡിയോ ഇപ്പം അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം സർക്യൂട്ട് എവിടേക്കാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 4 ബെഡ്റൂമുണ്ട്. 4 ബെഡ്റൂമിലേക്ക് നമ്മൾ 4 എ സിക്ക് സർക്യൂട്ട് കൊടുത്ത് ഫേസ് ന്യൂട്രൽ കൊടുത്തു. അത് കൂടാതെ ഓരോ സെക്ഷനിലേക്കും സെപ്പറേറ്റ് ഓരോ റൂമിലേക്ക് സെപ്പറേറ്റ് ഫേസ് ന്യൂട്രൽ എർത്ത് മാസ്റ്റർ ഇൻവെർട്ടർ അങ്ങനെ 5 വയറും പിന്നെ എ സിയുടെ വയറ് ഫേസ് ന്യൂട്രലും എക്സ്ട്രാ വന്ന് അങ്ങനെ 7 വയർ ഓരോ റൂമിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 4 ബെഡ്റൂമിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ നോക്കുക, ലിവിങ് ഏരിയയിലും ഇതുപോലെ തന്നെ ഒരു സർക്യൂട്ട് വരുന്നുണ്ട്. ഫേസ് ന്യൂട്രൽ എർത്ത് മാസ്റ്റർ ഇൻവെർട്ടർ അങ്ങനെ ഒരു സർക്യൂട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു വേറെ ഏതെങ്കിലും അതായത് വാഷിംഗ് മെഷീൻ്റെ ഏരിയകളിലൊക്കെ 2 വാഷിംഗ് മെഷീൻ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. മുകളിലത്തെ ഫ്ലോറിലും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാറുണ്ട്, താഴത്തെ ഫ്ലോറിലും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സർക്യൂട്ട് തന്നെ പോകുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീന് ഒരു സർക്യൂട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ 4 ബെഡ്റൂം കഴിഞ്ഞു, ഒരു ലിവിങ് ഏരിയ കഴിഞ്ഞു, പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീന് വേണ്ടിയുള്ള സർക്യൂട്ട് കഴിഞ്ഞു. പിന്നെ സെക്ഷൻ എന്ന് വെച്ചാൽ ഇൻവെർട്ടർ സെക്ഷൻ നോക്കുക. ഇൻവെർട്ടർ സെക്ഷൻ എന്ന് വെച്ചാൽ ഇൻവെർട്ടറിൽ ചാർജ് ആവുന്നതിനും അതിൻ്റെ ഔട്ടും വരുന്നതിനും വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട് അത്യാവശ്യമാണ്. ഇൻവെർട്ടർ സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ന്യൂട്രൽ എർത്ത് പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടർ റിട്ടേൺ വരാനുള്ള സർക്യൂട്ട്, അതും ഒരു സർക്യൂട്ടായി കഴിഞ്ഞു. അതും ഇതുപോലെ തന്നെ എവിടെയാണോ ഇൻവെർട്ടർ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവിടേക്ക് നമ്മൾ ഒരു സർക്യൂട്ട് വലിച്ചു. ഇനി മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്റ് അണ്ടർ സർക്യൂട്ടുകളാണ്. ഹീറ്റ് അണ്ടർ സർക്യൂട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഓപ്ഷനിൽ യൂസ് ചെയ്യാം. നമ്മൾ ബെഡ്റൂമിലേക്ക് സെപ്പറേറ്റ് സർക്യൂട്ട് വേണമെങ്കിൽ ഹീറ്ററിന് വേണമെങ്കിൽ കൊണ്ടുപോകാം. വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട് നമ്മുടെ ബാത്റൂമിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സർക്യൂട്ട് കൊണ്ടുപോകാം. ഇനി അതല്ല നമ്മുടെ ബെഡ്റൂമിൽ വരുന്ന സർക്യൂട്ടിൻ്റെ അതായത് വയറിൻ്റെ ഗേജ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ സർക്യൂട്ടിൽ സെയിം സർക്യൂട്ട് തന്നെ അതിൽ നിന്നും, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ സെക്ഷനാണ് കൂടുതലും ബെഡ്റൂമുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാ ഫേസ് എന്ന് പറയുന്നത് അധികം യൂസിങ് വരുന്നില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള വയർ അത് 2.5 വയർ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ റൂമിൽ സർക്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സെയിം സർക്യൂട്ട് തന്നെ നിങ്ങൾക്ക് വാട്ടർ ഹീറ്ററിന് കൊടുക്കാം. വാട്ടർ ഹീറ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റൂമിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷൻ ട്രിപ്പായി കഴിഞ്ഞാൽ ആ റൂമിൻ്റെ മൊത്തം വാട്ടർ ഹീറ്റർ ഉൾപ്പെടെ എല്ലാം ഒറ്റ സെക്ഷനിലായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ 4 ബെഡ്റൂമിലേക്കും വരുന്ന സെക്ഷൻ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങൾ ഒന്നും തന്നെ വരുന്നതല്ല. പിന്നെ അടുത്ത സെക്ഷനിൽ നോക്കുക, നമ്മുടെ കിച്ചൻ്റെ സെക്ഷനിലേക്ക് പോവാം. കിച്ചൻ്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോട്ടറിൻ്റെ സർക്യൂട്ട് വന്നു, ഫേസ് ന്യൂട്രലും വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് 2 പവർ സർക്യൂട്ട് എങ്ങനെയായാലും ഉണ്ടാവും. ഒന്ന് വർക്ക് ഏരിയയിലും ഉണ്ടാവും, ഒന്ന് കിച്ചണിലും ഉണ്ടാവും. 2 പവർ സർക്യൂട്ടിൽ ഫേസ് ന്യൂട്രൽ എർത്ത്, അടുത്ത സെക്ഷനിലും ഫേസ് ന്യൂട്രൽ എർത്ത്. പിന്നെ ഒരു കോമൺ സെക്ഷനിൽ വരുന്ന ഒരു ഏരിയ ഉണ്ടാവും, അതായത് ഫേസ് ന്യൂട്രൽ ലൈറ്റുകളൊക്കെ വരുന്ന ഫേസ് ന്യൂട്രൽ എർത്ത് മാസ്റ്റർ ഇൻവെർട്ടർ. അപ്പോൾ കോമൺലി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏരിയയും കിച്ചണും കൂടിയിട്ട് ഏകദേശം 4 സർക്യൂട്ടിനടുത്ത് വരുന്നുണ്ട്. ഒന്ന് മോട്ടറിൻ്റെ സർക്യൂട്ട്, 2 പവർ സർക്യൂട്ടുകൾ, പിന്നെ വരുന്ന സാധാരണ ഒരു കോമൺ സർക്യൂട്ട് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ വരുമ്പോൾ കിച്ചണും വർക്ക് ഏരിയയും കൂട്ടി 4 സർക്യൂട്ടാണ് വരുന്നത്. അപ്പോൾ ആവറേജ് നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മുകളിലെ ഫ്ലോറിൽ നമ്മൾ അതായത് 4 ബെഡ്റൂം എന്ന് പറയുമ്പോൾ അത്യാവശ്യം 2 നില വീടായാലും ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് മുകളിലെ ഫ്ലോറിലേക്ക് നമുക്ക് അതുപോലെ തന്നെ ഒരു ലിവിങ് ഏരിയ വരുന്നുണ്ടെങ്കിൽ അവിടേക്കും സെപ്പറേറ്റ് സർക്യൂട്ട് ഒരെണ്ണം വലിച്ചിടുക. ഫേസ് ന്യൂട്രൽ എർത്ത് മാസ്റ്റർ ഇൻവെർട്ടർ. ഇങ്ങനെ സെക്ഷനുകൾ തിരിച്ച് ചെയ്യുകയാണെങ്കിൽ ഏതാണോ സെക്ഷനിൽ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്ന ഏതെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് LED ബൾബ്, സീലിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഷോർട്ട് ആവാനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സെക്ഷനിൽ മാത്രം കറണ്ട് ട്രിപ്പ് ആവുകയും MCB ട്രിപ്പ് ആവുകയും അതുപോലെ തന്നെ ബാക്കി സെക്ഷനിലൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. കംപ്ലൈൻറ്റ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ നമ്മൾ കൊണ്ടുപോവുക. സിമ്പിളായിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് വന്നാൽ കൂടിയും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു വീടിൻ്റെ അകത്ത് വരുന്ന സർക്യൂട്ടുകൾ ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഏതൊക്കെ സർക്യൂട്ടുകൾ എങ്ങനെയാണ് സ്ക്വയറിൻ്റെ അതായത് 1 സ്ക്വയർ വയറാണോ, ഓരോ വയറിൻ്റെ ഗേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ DBയിൽ നമ്മൾ എത്ര ആംപിയർ ഐസൊലേറ്ററും RCCBയും MCBകളും ഏതൊക്കെ സെക്ഷനിലേക്ക് കൊടുക്കണമെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.